let's go to the question number 12, 31st January shift 2 തന്നിട്ടുള്ള question number 12 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക എല്ലാവരും question number 12. സോ ക്വസ്റ്റ്യൻ നമ്പർ 12 നമുക്ക് ഡയറക്ട്ലി നമ്മുടെ പി ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഡയറക്ട്ലി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഇതിൽ ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് ഓരോ ഓപ്ഷൻസ് ചൂസ് ഈ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് തന്നുള്ളത്. ഓരോ ഓപ്ഷൻസ് വൈസ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓൾ ഗ്രൂപ്പ് 16 എലമെന്റ് ഫോം ഓക്സൈഡ് ഓഫ് ജനറൽ ഫോർമുല E2, EO2 ആൻഡ് EO3 എന്ന് നമ്മൾ ഓൾറെഡി NCERT ഡയറക്ട്ലി പറയുന്ന, NCERT വൃത്തിക്ക് വായിക്കണം, NCERT ഡയറക്ട്ലി പറയുന്ന ഒരു ടേം ആണ്. സോ ഇത് ഫസ്റ്റ് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. വാട്ട് ഈസ് എ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് TeO2 is oxidizing while SO2 is reducing. SO2 എന്ന് പറയുന്ന സാധനം റെഡ്യൂസിംഗ് ആണ്. TeO2 എന്ന് പറയുന്ന സാധനം എന്താണ്? ഓക്സിഡൈസിംഗ് എന്ന് പറയുന്ന പോയിന്റും ഡയറക്ട്ലി നമ്മുടെ ഗ്രൂപ്പ് 16 നമ്മുടെ NCERT ഡയറക്ട്ലി കൊടുത്തിട്ടുള്ള ടേം ആണ്. അതും എന്താണ്? റൈറ്റ് ആൻസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ റെഡ്യൂസിംഗ് പ്രോപ്പർട്ടി ഓഫ് H2S to H2TE റെഡ്യൂസിംഗ് പ്രോപ്പർട്ടി ഡിക്രീസസ് എന്നാ പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഹൈഡ്രേറ്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രേറ്റുകൾ ഇപ്പൊ ഏതൊക്കെയുണ്ട്? H2O, H2S, H2 ഹൈഡ്രജൻ, ഓക്സിജൻ, സൾഫർ, സെലിനിയം, ടെലൂറിയം, അത് കഴിഞ്ഞ് പൊളോണിയം. ഈസ് ഇറ്റ് റൈറ്റ്? ഇത് കഴിഞ്ഞാൽ ഏത് വരും? പൊളോണിയം. ഇത്രയും എലിമെന്റ്സ് വരുമ്പം റെഡ്യൂസിംഗ് പ്രോപ്പർട്ടിനെ കുറിച്ച് പറയുന്നത് റെഡ്യൂസിംഗ് പ്രോപ്പർട്ടി ഇൻക്രീസസ് എന്നാണ് നമ്മുടെ NCERT ഡയറക്ട്ലി പറയുന്ന ഒരു ടേം ആണ്. റെഡ്യൂസിംഗ് പ്രോപ്പർട്ടി ഇൻക്രീസസ് ഫ്രം H2S to H2TE. H2S നിന്ന് H2TE റെഡ്യൂസിംഗ് പ്രോപ്പർട്ടി ഇൻക്രീസസ് എന്നാണ് പറയുന്നത്. റെഡ്യൂസിംഗ് പ്രോപ്പർട്ടി ഇൻക്രീസസ് എന്ന് പറയുമ്പോൾ ഈ പറയപ്പെടുന്ന ഓപ്ഷൻ സി എന്താണ്? തെറ്റാണ് എന്ന് മനസ്സിലാക്കണം. ദി ഓസോൺ മോളിക്യൂൾ ഹാവ് 5 lone pair of the electron. ഓസോൺ മോളിക്യൂളിന് 5 lone pair of electrons ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ O ഡബിൾ ബോണ്ട് ഓക്സിജൻ, സിംഗിൾ ബോണ്ട് ഓക്സിജൻ ഉണ്ട്. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും ആൻഡ് ദർ വിൽ ബി എ നെഗറ്റീവ് ചാർജ് ഹിയർ ആൾസോ. സോ ഇവിടെ എന്തുണ്ട്? ഒരു ലോൺ പെയർ വരുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം 1, 2 ലോൺ പെയർസ് വരുന്നുണ്ട്. ആൻഡ് ഹിയർ ഇറ്റ് ഹാവ് 1, 2 ആൻഡ് 3 ലോൺ പെയർസ് വരുന്നുണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് ലോൺ പെയർസ് 1, 2, 3, 4, 5, 6 6 ലോൺ പെയർസ് ആണ് നമ്മൾ എവിടെ വരുന്നത്? ഓസോൺ എന്ന് പറയുന്ന മോളിക്യൂളിൽ വരുന്നത്. 5 അല്ല 6 ലോൺ പെയർസ്. സോ അതും എന്താണ്? തെറ്റാണ്. സോ റൈറ്റ് ആൻസേഴ്സ് ഡയറക്ട്ലി നമ്മുടെ NCERT സെന്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എയും ബിയുമാണ് റൈറ്റ് ആൻസർ. Therefore the option 4 will be your right answer. Is it right? So let's move to the next question.